ഇന്ന് നിങ്ങൾ സമ്മാനിച്ച യുഡിഎഫിന് സമ്മാനിച്ച ഐതിഹാസിക വിജയം ഈ കേരളത്തിന്റെ മതനിരപേക്ഷത ഉറപ്പിച്ചു നിർത്താനുള്ള സമ്മതിദാനമാണ്. തീർച്ചയായിട്ടും വർഗീയ വിഭജനം ലക്ഷ്യമാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ സിപിഎമ്മും ബിജെപിയും ഒരുപോലെ നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും തിരസ്കരിച്ചുകൊണ്ട് പാലക്കാട്ടെ പ്രബുദ്ധരായ ജനത നൽകിയ ഈ വിജയം തീർച്ചയായും അത് ചരിത്രത്തിൽ സുവർണരേഖയായി അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ ഈ സമയത്ത് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരുപാട് പക്ഷെ സുരേന്ദ്രേട്ടനും കൃഷ്ണകുമാറേട്ടനൊക്കെ പറഞ്ഞത് സന്ദീപ് പാർട്ടി മാറിയിട്ട് വേറെ ആരും കൂടെ പോയില്ല, അല്ലേ? ഒറ്റയ്ക്കാണ് പോയതെന്നാ പറഞ്ഞത്. അവരോട് എന്താ പറയാനുള്ളതെന്നറിയോ? കണ്ണാ വന്നിങ്കത്ത കൂട്ടമാ വരും, സിംഗിളാക്കാൻ വരും. മനസ്സിലായല്ലോ? എന്തായാലും കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി ആലോചിച്ച് നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം ബീഹാറിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ ഈ വിശ്വാസ പ്രമേയം വരുന്ന സമയത്ത് എംഎൽഎമാരെ രാജ്ഭവനിലേക്ക് മാർച്ചെടുന്നു. അതുപോലെ 28 കൌൺസിലർമാരെയും വെച്ചുകൊണ്ട് പാലക്കാട് ഇവരൊന്നും ഞങ്ങളെ വിട്ടുപോയിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞ് മാർച്ചെടുത്തതാണ്. ഇതിലും വലിയ നാണക്കേടിലെ 28 കൌൺസിലർമാരും വെച്ച് മാർച്ചെടുത്തേണ്ട ഒരു ഗതികേടിലേക്ക് അവസാന ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാദേശിക നേതാവ് കാരണമാണ് എന്ന് പ്രിയപ്പെട്ട സുരേന്ദ്രേട്ടൻ എപ്പോഴെങ്കിലും സമ്മതിക്കണം. എന്തായാലും സുരേന്ദ്രേട്ടൻ ഇപ്പോ സുരേന്ദ്രയാൻ ആയി മാറിയിട്ടുണ്ട്, ബഹിരാകാശത്തുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ ദീർഘകാലം. നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നതാണ് ബാക്കി കേരളത്തിലെ മതനിരപേക്ഷ വിശ്വാസികൾക്ക് നല്ലത്. നിങ്ങൾ പാർട്ടിയെ ഇതുപോലെ തന്നെ അയച്ചു മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെ ഒരിക്കലും നന്നാകാൻ സമ്മതിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട രാഹുലിന് 1000 അഭിവാദ്യങ്ങൾ നേരുന്നു.